അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ സൗദി അറേബ്യയിലെ മദീനയ്ക്ക് സമീപം ഹൃദയഭേദകമായ ഒരു അപകടം നടക്കുകയുണ്ടായി. ഉംറ നിർവഹിക്കാനായി പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചായിരുന്നു ആ ദാരുണമായ സംഭവം. ആ കൂട്ടിയിടി എത്രത്തോളം ഭീകരമായിരുന്നുവെന്നാൽ നിമിഷനേരം കൊണ്ട് ബസ് ഒരു തീഗോളമായി മാറി. ബസ്സിലാകെ 46 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 45 പേരും ആ തീജ്വാലയിൽ വെന്തുമരിച്ച് ഷഹീദായി. ഇവരിൽ ഭൂരിഭാഗവും തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ളവരായിരുന്നു. സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളുമടക്കം ഒരേ കുടുംബത്തിലെ 3 തലമുറയിൽപ്പെട്ട 18 പേരാണ് ഈ അപകടത്തിൽ വെന്തുമരിച്ചത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഈ അപകടത്തിൽ ഷഹീദായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെയെന്നും അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും കരുത്തും നൽകട്ടെയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളും കമന്റ് ബോക്സിൽ ആമീൻ എന്ന് രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ലോകത്ത് മുഴുവൻ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു മദീനയിൽ നടന്നത്. എന്നാൽ ഇതേ അപകടത്തിൽ അല്ലാഹുവിന്റെ ശക്തിയുടെ ഒരത്ഭുതകരമായ ദൃഷ്ടാന്തവും ലോകം കണ്ടു. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവുകയായിരുന്ന ആ ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 46 പേരിൽ 45 പേരും മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഒരു വലിയ അത്ഭുതം കൊണ്ട് ഒരാൾ മാത്രം ഒരു പോറൽ പോലും ഏൽക്കാതെ പൂർണ്ണമായും സുരക്ഷിതനായി രക്ഷപ്പെട്ടു. ഈ അത്ഭുതം കണ്ട് അമുസ്ലിംകൾ പോലും അല്ലാഹു അക്ബർ എന്നു പറഞ്ഞുപോയി. ആരാണ് ആ വ്യക്തി? എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇത്രയും വലിയ തീപിടുത്തത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു? ഇന്നത്തെ വീഡിയോയിൽ നാം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള 45 പേരടങ്ങുന്ന ഒരു സംഘം ഉംറ നിർവഹിക്കാനായി സൗദിയിലെത്തിയിരുന്നു. മക്കയിൽ ഉംറ നിർവഹിച്ച ശേഷം അവർ ബസ്സിൽ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീന എത്തുന്നതിന് ഏകദേശം 160 കിലോമീറ്റർ മുൻപ് മഹ്റജ് എന്ന സ്ഥലത്ത് വെച്ച് ബസ്സിന്റെ ടയർ പൊട്ടുകയും നിയന്ത്രണം വിട്ട ബസ് എതിരെ വന്ന ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു. ആഘാതത്തിൽ ബസ്സിന് തീപിടിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തു. യാത്രക്കാരിൽ ഭൂരിഭാഗവും ഉറക്കത്തിലായിരുന്നതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 17 പുരുഷന്മാരും 18 സ്ത്രീകളും 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഉൾപ്പെടെ 45 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. എന്നാൽ ജീവനും മരണവും അല്ലാഹുവിന്റെ കൈകളിലാണ്. ഈ 46 പേരിൽ മുഹമ്മദ് ഷുഹൈബ് എന്ന വ്യക്തി മാത്രം അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷുഹൈബിന്റെ ആദ്യ ഉംറ യാത്രയായിരുന്നുവിത്. തന്റെ പിതാവ് അബ്ദുൽ ഖാദർ, മാതാവ് ഹിയാ ബീഗം, വല്ലിപ്പ എന്നിവരടക്കം കുടുംബത്തിലെ 18 പേരോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. എന്നാൽ ഈ അപകടത്തിൽ തന്റെ കുടുംബത്തിലെ എല്ലാവരെയും അദ്ദേഹത്തിന് നഷ്ടമായി. 3 തലമുറയാണ് അവിടെ അവസാനിച്ചത്. എങ്ങനെയാണ് ഷുഹൈബ് രക്ഷപ്പെട്ടത്? അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: അപകടം നടന്ന രാത്രി ഞാൻ ബസ്സിന്റെ പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. എന്നാൽ യാത്രക്കിടയിൽ എന്തോ തോന്നിയ പോലെ ഞാൻ സമയം പോക്കാൻ ബസ്സിന്റെ മുൻവശത്തേക്ക് ഡ്രൈവറുടെ അടുത്തുള്ള സീറ്റിലേക്ക് മാറിയിരുന്നു. ഡ്രൈവറോട് കുറച്ചുനേരം സംസാരിച്ച ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരികെ എൻ്റെ സീറ്റിലേക്ക് പോയി തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. പെട്ടെന്ന് ബസ് മറിഞ്ഞു. എല്ലാം അവസാനിച്ചു എന്നെനിക്ക് തോന്നി. ഞാൻ കണ്ണുകളടച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ ഉംറ ലക്ഷ്യമാക്കി വന്നതാണ്. എൻ്റെ പ്രവാചകന്റെ റൗള കാണാൻ പോവുകയാണ്. തിരുനബിയുടെ സന്നിധിയിൽ എന്നെ നീ സുരക്ഷിതനായി എത്തിക്കണമേ. ഇത് പറഞ്ഞതും ആരോ എന്നെ എടുത്ത് ദൂരേക്ക് എറിയുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ മണലിൽ കിടക്കുകയാണ്. 30-40 അടി അകലെ ബസ് കത്തുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ശരീരത്തിൽ തീയുടെ ഒരു ചെറിയ പൊരി പോലും ഏറ്റിരുന്നില്ല. ആശുപത്രിയിൽ പരിശോധിച്ച ഡോക്ടർമാർക്കും ഇതൊരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ പോറലോ പൊള്ളലോ പോലുമുണ്ടായിരുന്നില്ല. സൗദി പോലീസും റിപ്പോർട്ടിൽ എഴുതിയത് ഇത് അല്ലാഹുവിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അല്ലാഹു ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ തീക്കോ വെള്ളത്തിനോ മരണത്തിനോ അവനെ തൊടാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ വിധിയില്ലാതെ ഒരില പോലും അനങ്ങില്ല. മദീനയിലെ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇഹലോക ജീവിതം ക്ഷണികമാണെന്നാണ്. മരണം എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട്
അല്ലാഹുവുമായുള്ള ബന്ധം എപ്പോഴും ശക്തമായി സൂക്ഷിക്കുക. ഇനി നമുക്ക് ഓരോ മുസ്ലിമിനും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഹജ്ജിലെയും ഉംറയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ തവാഫിനെക്കുറിച്ച് സയ്യിദുന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നിബിതങ്ങൾ അരുളി, അല്ലാഹു ദിവസവും 120 റഹ്മത്തുകൾ കാബാലയത്തിന്മേൽ ഇറക്കുന്നു. അതിൽ 60 തവാഫ് ചെയ്യുന്നവർക്കും 40 അവിടെ ഇരിക്കുന്നവർക്കും 20 കാബയെ നോക്കി നിൽക്കുന്നവർക്കുമുള്ളതാണ്. എന്താണ് തവാഫ്? കാബയ്ക്ക് ചുറ്റും 7 തവണ വലം വയ്ക്കുന്നതിനെയാണ് തവാഫ് എന്ന് പറയുന്നത്. നബിതങ്ങൾ മിഅ്റാജ് രാവിൽ വാനലോകത്ത് ചെന്നപ്പോൾ അവിടെ മലക്കുകൾ ബൈത്തുൽ മഅമൂർ എന്ന ആലയത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് കണ്ടു. എന്താണ് ഈ വലം വയ്ക്കലിൻ്റെ രഹസ്യം? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആറ്റം എന്ന അതിസൂക്ഷ്മ കണികയെടുത്താൽ അതിനുള്ളിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നു, നക്ഷത്രങ്ങൾ ഗാലക്സികൾക്ക് ചുറ്റും കറങ്ങുന്നു. അതായത് പ്രപഞ്ചത്തിലെ ഓരോ അണുവും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ ഈ വലിയ താളത്തിനൊപ്പം മലക്കുകളുടെ ആരാധനയ്ക്കൊപ്പം നാമും ചേരുകയാണ്. ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്നാണ് ഓരോ തവാഫും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. തവാഫ് ഫർലാണെങ്കിലും സുന്നത്താണെങ്കിലും 7 ചുറ്റുകൾ നിർബന്ധമാണ്. അതിനുശേഷം 2 റക്അത്ത് നിസ്കാരവുമുണ്ട്. പ്രധാനപ്പെട്ട ത്വവാഫുകൾ. ത്വവാഫുൽ ഖുദൂം, മക്കയിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന സ്വാഗത ത്വവാഫ്. ത്വവാഫുൽ ഉംറ, ഉംറയുടെ ത്വവാഫ്. ത്വവാഫ് സിയാറ, ഹജ്ജിന്റെ നിർബന്ധമായ ത്വവാഫ്. ഇതില്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാകില്ല. ത്വവാഫുൽ വിദാ, മക്കയിൽ നിന്ന് തിരികെ പോകുമ്പോൾ ചെയ്യുന്ന വിടവാങ്ങൽ ത്വവാഫ്. പുറത്തുനിന്ന് വരുന്നവർക്ക് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നഫിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം നഫിൽ ത്വവാഫ് ചെയ്യുന്നതിനാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന മൂലയിലേക്ക് വരിക. ത്വവാഫിന് നിയ്യത്ത് ചെയ്യുക. ഉംറയുടെ ത്വവാഫാണെങ്കിൽ പുരുഷന്മാർ ഇഹ്റാം വസ്ത്രം വലതുകൈ കക്ഷത്തിന് താഴെക്കൂടി എടുത്ത് ഇടത് തോളിൽ ഇടുക. ശേഷം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നു പറഞ്ഞ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയോ അതിനു നേരെ കൈകൾ ഉയർത്തി ആ കൈകൾ ചുംബിക്കുകയോ ചെയ്യുക. കഅബയെ ഇടതുവശത്താക്കി ത്വവാഫ് ആരംഭിക്കുക. പുരുഷന്മാർ ആദ്യത്തെ 3 റൗണ്ടുകളിൽ ചെറിയ ചുവടുകൾ വെച്ച് അല്പം വേഗത്തിൽ നടക്കുന്നത് സുന്നത്താണ്. നടക്കുമ്പോൾ കഅബയ്ക്ക് നേരെയല്ല, മുൻപോട്ടാണ് നോക്കേണ്ടത്. ത്വവാഫിൽ പ്രത്യേക ദുആകൾ നിർബന്ധമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷയിൽ ഏത് ദുആയും ചൊല്ലാം. കഅബയുടെ ഒരു വശത്തുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള മതിലിനെ ഹിജ്ർ ഇസ്മായിൽ എന്ന് വിളിക്കുന്നു. ത്വവാഫ് ചെയ്യുമ്പോൾ ഇതിന് പുറത്തുകൂടി വേണം നടക്കാൻ. കഅബയുടെ 3ാമത്തെ മൂലയായ റുക്നുൻ യമാനി എത്തുമ്പോൾ സാധ്യമെങ്കിൽ അവിടെ സ്പർശിക്കുക, ഇല്ലെങ്കിൽ നടന്നു നീങ്ങുക. റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിൽ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന എന്ന ദുആ ചൊല്ലുക. തിരികെ ഹജറുൽ അസ്വദിന് നേരെ എത്തുമ്പോൾ 1 റൗണ്ട് പൂർത്തിയാകും. ഇങ്ങനെ 7 റൗണ്ടുകൾ പൂർത്തിയാക്കുക. ഇടയ്ക്ക് വുദു മുറിഞ്ഞാൽ വുദു എടുത്ത് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ബാക്കി തുടരുക. ത്വവാഫ് പൂർത്തിയായ ശേഷം മക്കാമു ഇബ്രാഹീമിനു പിന്നിലോ സൗകര്യപ്രദമായ സ്ഥലത്തോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുഹൃത്തുക്കളെ, ത്വവാഫിന്റെ മഹത്വവും രീതിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.